അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? കേരളം ഇപ്പോഴും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. 2017 നടി ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം അത് ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഉള്ളവർ ആ വിഷയത്തോട് പ്രതികരിക്കുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ, വീട്ടമ്മമാർ, രാഷ്ട്രീയ സാംസ്കാരിക കായിക മേഖലകളിലെ പ്രവർത്തിക്കുന്നവർ ഒക്കെ ആ വിഷയത്തെ ഞെട്ടലോടുകൂടി നോക്കിക്കണ്ടതുകൊണ്ട് തന്നെ ഇന്നലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായ വിധി പ്രസ്താവത്തെയും അതീവ ഗൗരവമായി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ചില രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉടലെടുത്ത പശ്ചാത്തലം ഉണ്ട്. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ വാർത്തയായി പങ്കുവെക്കാനുള്ളത് ദിലീപ് നിയമ നടപടിക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്നലെ സെഷൻസ് കോടതി 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ആണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ആ പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ആയിരുന്നു. പക്ഷേ അവർ ആർക്കു വേണ്ടിയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന അന്വേഷണം എത്തി നിന്നത് ദിലീപിലേക്കായിരുന്നു. പക്ഷേ ദിലീപ് കുറ്റക്കാരനെന്ന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദിലീപ് നിയമ നടപടികളിലേക്ക് പോകുമെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ആദ്യം ഞാൻ ഇന്നലെ ഈ വിധി പ്രസ്താവത്തിന് തൊട്ടു പിന്നാലെ ദിലീപ് നടത്തിയ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം എന്നത് മഞ്ജു വാര്യരിലേക്കും അതോടൊപ്പം തന്നെ ചില അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്കും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു ഇന്നലെ ദിലീപ് നടത്തിയത്. ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ കൂട്ടുപിടിച്ച് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ച് ഒരു കള്ളക്കഥ മെനയുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ദിലീപ് പറഞ്ഞു വെക്കുന്നത് എന്താണ്? താൻ കുറ്റക്കാരനല്ല, താൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, മറിച്ച് തന്നിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ തുടക്കമെന്നത് മഞ്ജു വാര്യരുടെ പ്രതികരണമായിരുന്നു. അതായത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ പറയുന്നു. അതിനു തൊട്ടു പിന്നാലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, ഒപ്പം മാധ്യമങ്ങൾ, ചില മാധ്യമ പ്രവർത്തകർ അവർ ചേർന്നുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു കഥ, അതായത് അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഇനി ദിലീപ് നിയമ നടപടിക്ക് തയ്യാറാകുമോ എന്നത് പ്രസക്തമാകുന്നത്. അതിനു മുമ്പ് ഇനി ഈ കേസിൽ ഉണ്ടാകാൻ പോകുന്ന നീക്കങ്ങൾ എന്തൊക്കെ എന്നത് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിച്ചു പോകാം. നിലവിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ ആണ് വിധി പ്രഖ്യാപിച്ചത്. വിധി പ്രസ്താവം എന്ന് പറയുമ്പോൾ ശിക്ഷാവിധി ആയിരുന്നില്ല പ്രഖ്യാപിച്ചത്. ആരൊക്കെയാണ് കുറ്റക്കാർ എന്നുള്ളത് മാത്രമാണ് ഇന്നലെ പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ആണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അവർ കുറ്റക്കാർ എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഇനി ഉണ്ടാകാൻ പോകുന്നത്. ശിക്ഷാവിധിക്ക് ശേഷം സർക്കാർ അപ്പീൽ നൽകും എന്നുള്ളതാണ്. അത് ഇന്നലെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അപ്പീൽ പോകണമെങ്കിൽ ആദ്യം ശിക്ഷാവിധി പുറത്തു വരേണ്ടതുണ്ട്. ഈ കേസിൽ ആകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ സുനിൽ, അതായത് പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്ന് കാണുമ്പോൾ 8ാമത്തെ പ്രതിയായിട്ടുള്ള ദിലീപ് ഉൾപ്പെടെ ചാർലി തോമസ്, സനിൽ കുമാർ, ജി ശരത്ത് ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കുന്ന, കുറ്റവിമുക്തരാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ കേസിൽ ശിക്ഷാവിധി പുറത്തു വരുമ്പോഴായിരിക്കും സർക്കാർ അപ്പീൽ നൽകുക എന്നതാണ് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ നിലപാട്. ആ നിലപാടായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. അവിടെ പ്രിയ പ്രേക്ഷകർ ഓർക്കേണ്ടത്, പ്രോസിക്യൂഷൻ ഈ വാദം ഉന്നയിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെയും ഡേറ്റകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ വാദം ഉന്നയിച്ച പ്രോസിക്യൂഷൻ ഇപ്പോഴും, അതായത് വിധി തിരിച്ചടിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ സംഭവം ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതാണ് എന്നും ആ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ട് എന്നും ആ പങ്ക് വ്യക്തമാകുന്ന തരത്തിൽ ഉള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ രേഖകൾ, തെളിവുകളുണ്ട് എന്ന വാദം ആണ് ഉന്നയിക്കുന്നത്. ആ പ്രോസിക്യൂഷന്റെ നിലപാടാണ് ഇനി അടുത്ത കോടതിയിലേക്ക് എത്തുമ്പോൾ നിർണായകമാകാൻ പോകുന്നത്. അതായത് അപ്പീൽ കോടതിയിൽ ഈ വാദങ്ങൾ ഫലപ്രദമായി ഉന്നയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ആണ് ഇപ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്, 2 തവണ
പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മാറിയ കേസ് കൂടിയാണ്. അതായത് പ്രോസിക്യൂട്ടർമാരുടെ ആക്ഷേപം എന്നത് ഈ ജഡ്ജി നിലവിലെ ഹണിയം വർഗീസ് എന്ന ജഡ്ജി ഈ വാദത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. അവിടെ പക്ഷപാതപരമായ തരത്തിൽ ആണ് വാദമുഖങ്ങളെ കേൾക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ജഡ്ജിയെ മാറ്റണം എന്ന ആവശ്യം വരെ ഉയർന്ന സാഹചര്യമുണ്ട്. സഹകരിക്കുന്നില്ല എന്ന പരാതിയുമായാണ് രണ്ടുപേർ മാറിപ്പോയത്. അതിനുശേഷം മൂന്നാമതൊരു പ്രോസിക്യൂട്ടർ കൂടി വന്ന് ശേഷം ആണ് വാദം ഉന്നയിച്ചത്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഹൈക്കോടതി ഇരുഭാഗത്തെയും തുല്യമായി കേൾക്കുമെന്നും ആ ഘട്ടത്തിൽ ഫലപ്രദമായി ഈ വിഷയങ്ങൾ ഉന്നയിക്കാം എന്നുമാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ നിലപാട്. മറ്റൊന്ന് ഈ തെളിവുകൾ എന്നത്, അതായത് ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന 1512 പേജുള്ള ഒരു വിശദീകരണ പത്രിക ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആ വിശദീകരണ പത്രിക സമർപ്പിക്കാൻ ഒരുക്കമാണ് എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഗൗരവമേറിയ കണ്ടെത്തലുകൾ ഇപ്പോഴും ഉണ്ട് എന്നും ആ കണ്ടെത്തലുകൾ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി സസൂക്ഷ്മം വിലയിരുത്തും എന്നും ഉള്ളതാണ്. കോടതിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കപ്പെടും. ഒപ്പം ദിലീപ് ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ വാദപ്രതിവാദങ്ങളെല്ലാം നടന്നത് അടച്ചിട്ട കോടതിയിലാണ്. ആ അടച്ചിട്ട കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളായതുകൊണ്ട് തന്നെ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ മാത്രമാണ് അവിടെ എന്തൊക്കെ വാദങ്ങളാണ് നടന്നത്, എതിർവാദങ്ങൾ എന്തായിരുന്നു എന്നതൊക്കെ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും നൽകുന്നത് ചില ഇൻപുട്ടുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം മാധ്യമങ്ങൾക്ക് അടക്കം ഈ അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. പ്രതിഭാഗത്തു നിന്നും ആദ്യഭാഗത്തു നിന്നും ഒക്കെ ലഭിക്കുന്ന ഇൻപുട്ടുകൾ മാത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതിൽ ചില പിഴവുകൾ ഉണ്ടായേക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആജ്ഞയിലേക്ക് പോകുന്നത്. ആജ്ഞ ഈ വിധി ഇന്നലെ വരുമ്പോൾ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അപ്പോഴും പ്രോസിക്യൂഷനെയും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേർ, നേരിട്ട് പങ്കെടുത്ത 6 പേരെ പിടികൂടുന്നു. അവർക്കെതിരായി തെളിവുകൾ കൃത്യമായി കോടതിയിലെത്തിക്കുന്നു. കോടതിക്ക് അത് പൂർണ്ണമായും ബോധ്യപ്പെടുന്നു. ആ വകുപ്പുകൾ, ബലാത്സംഗം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ആർക്ക് വേണ്ടിയായിരുന്നു ഈ ഗൂഢാലോചന നടന്നത്, ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, അവരിലേക്ക് എത്തിയതിൽ അല്ലെങ്കിൽ ആ തെളിവുകൾ നിരത്തുന്നതിലാണ് പരാജയപ്പെടുന്നത്. എന്തു തന്നെയായാലും ദിലീപ് നിയമ നടപടിക്ക് പോകുന്നു എന്ന സൂചനകളുണ്ട്. അതിൽ 2 സാധ്യതകളാണല്ലോ ഉള്ളത് ആജ്ഞ. അത് ഒരു പക്ഷേ ദിലീപിന് തന്നെ തിരിച്ചടിയാകുമോ എന്ന സംശയമുണ്ടാകുന്നു. അതല്ല എങ്കിൽ ദിലീപിന് കൂടുതൽ വ്യക്തത വരുത്താൻ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ മുഴുവൻ തെറ്റായിരുന്നുവെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള അവസരം എന്താണ് നമുക്ക് ദിലീപിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ദിലീപിന്റെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ വായിച്ചെടുക്കേണ്ടത്? അഭിലാഷ്, ദിലീപ് ഒരു പ്രമുഖ നാഷണൽ പത്രത്തിന് നൽകിയ, ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് SITക്കെതിരെ സർക്കാരിൽ പരാതിക്ക് പോകും, SITക്കെതിരെ നിയമ നടപടിക്ക് പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുള്ള SIT സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.